ചെസ് പാരഡൈസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കായംകുളം വേലഞ്ചിറ പുതിയവിള UPSൽ ചെസ് വിദ്യാരംഭവും ചെസ് ടൂർണമെന്റും നടത്തി. വിദ്യാരംഭത്തിൽ നിരവധി കുട്ടികൾ ചെസ്സിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു. ചെസ് പാരഡൈസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കായംകുളം വേലഞ്ചിറ പുതിയവിള UPSൽ ചെസ് വിദ്യാരംഭവും ചെസ് ടൂർണമെന്റും സംഘടിപ്പിച്ചു. ഈ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചെസ്സിന്റെ മത്സരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോൾ ഞാൻ എനിക്ക് മത്സരം സമ്മാനം കിട്ടിയല്ലോ എന്നുള്ളൊരു ചിന്ത വരും. മനസ്സിലായോ? പിള്ളേർക്ക് ഇപ്പോൾ എനിക്ക് കിട്ടിയെന്നുള്ള ചിന്ത വരും. പിന്നെ പിള്ളേർ മേലോട്ട് കയറത്തില്ല. അതുകൊണ്ടാണ് ഈ വലിയ കുട്ടികളുമായിട്ട് എല്ലാം ഒരുമിച്ച് കളിച്ച് അവരെ ജയിക്കാനുള്ളൊരു മനസ്സിനെ അവർ ഉണ്ടാക്കിയെടുക്കണം. ഈ കൊച്ചു കുട്ടികൾ തന്നെ ഈ വലിയ കുട്ടികളെ പോലെയുള്ള ആളുകളൊക്കെ തോൽപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയാലേ അവർ മേലോട്ട് വരുള്ളൂ. എങ്കിലും നമ്മൾ ഈ മത്സരിക്കുന്ന എല്ലാവർക്കും മൊമെന്റോയും ട്രോഫി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നിയമം എന്ന് പറയുമ്പോൾ ചെസ്സിന്റെ ഒരു നിയമമാണ്. നിയമം എന്ന് പറയുമ്പോൾ തുല്യ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പോണന്റിന്റെ പോയിന്റ് നമ്മുടെ പോയിന്റിലൂടെ കൂട്ടും. ചെസ് വിദ്യാരംഭത്തിൽ നിരവധി കുട്ടികൾ ചെസ്സിന്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചു. 3 തവണ ചെസ്സിൽ കേരള ചാമ്പ്യനായ തീർത്ഥ ജ്യോതിഷിനോടും വിവിധ കാറ്റഗറികളിൽ ആലപ്പുഴ ജില്ലാ ചാമ്പ്യനായ ജാനകി ജ്യോതിഷിനോടും ഏറ്റുമുട്ടിക്കൊണ്ടാണ് പുതിയ കുട്ടികൾ ചെസ്സിലേക്ക് കരുക്കൾ നീക്കിയത്. തുടർന്ന് നടന്ന ചെസ് ടൂർണമെന്റിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം കുട്ടികൾ പങ്കെടുത്തു. 6 റൗണ്ടുകളിലായി നടന്ന ചെസ് മത്സരത്തിൽ 6ലും വിജയിച്ച കൗസ്തുഫ് R. നായർ ചാമ്പ്യനായി. ജിതേഷ്, ശ്രീഗോവിന്ദ്, ശ്രീവർദ്ധൻ, അഭിഷേക് എന്നിവർ 2 മുതൽ 5 വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സുനിൽ കൊപ്പാറയത്ത് സമ്മാനദാനം നിർവഹിച്ചു. CDNet ന്യൂസ്, കായംകുളം.